ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ടുമാസ്. മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ, ഇന്നൊരു ഹിസ്റ്റോറിക്കൽ ക്രൈം ഡ്രാമയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതും എസ്തോണിയൻ ഭാഷയിലുള്ളൊരു ചിത്രം. എസ്തോണിയ എന്നൊരു രാജ്യമുണ്ടെന്ന് തന്നെ ഈ ചിത്രം കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തായാലും അവരും നമ്മുടെ ജർമ്മനിയിലെ ആൾക്കാരെ പോലെ തന്നെ ഭയങ്കര ആർട്ട് വർക്കൊക്കെ ചെയ്ത് ഭംഗിയായി കഥ പ്രസന്റ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ഈ സിനിമ മനസ്സിലാക്കിയെടുക്കുന്നത് ഒരു തലവേദനയായിരുന്നു. വീണ്ടും വീണ്ടും റീവാച്ച് ചെയ്യണം. കാരണം ഒറ്റയടിക്ക് അങ്ങ് പോവുക. പിൻ പോയിന്റ് ചെയ്ത് പോകുന്ന വഴിക്ക് നിനക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞതുപോലെയാണ് പടം എടുത്തു വെച്ചിരിക്കുന്നത്. കണ്ട് മനസ്സിലാക്കാൻ പെടാപ്പാട് പെട്ടു. പക്ഷെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഇത് ഇത്രയേ ഉള്ളൂ എന്നേ തോന്നുള്ളൂ. ചിലപ്പോൾ മുന്നേ കൂട്ടി നിങ്ങൾക്ക് ആ കില്ലർ ആരാണെന്ന് ജഡ്ജ് ചെയ്യാനും പറ്റും. ഒരു ചീട്ടുകളി പോലെയാണ് ഇതിലെ കഥ സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിലെ ഓടുമേനെ കണ്ടുപിടിക്കണം. എന്നാൽ നമുക്ക് ആ ഓടുമേനെ കണ്ടുപിടിക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2022 റിലീസ് ചെയ്ത മെൽച്ചിയോർ ദ അപ്പോത്തിക്കിരി എന്ന എസ്തോണിയൻ ചിത്രമാണ്. എന്നാൽ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കിടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു അപ്പോത്തിക്കിരി ഷോപ്പ്, മരുന്നുകളൊക്കെ വിൽക്കുന്ന ഒരു വൈദ്യന്റെ കട. ഈ കടയിൽ നിന്ന് കാലത്തൊരു പെൺകുട്ടി പുറപ്പെടുന്നുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ വൈദ്യന്റെ ഭാര്യ. ഭാര്യ കാട്ടിലൊക്കെ ചെന്നിട്ടാണ് പച്ചില മരുന്നൊക്കെ ശേഖരിച്ചുകൊണ്ട് വരിക. അങ്ങനെ അവൾ കാലത്തെ പുറപ്പെടുന്നു. ഇതേ സമയം ആ നാട്ടിലെ ചന്ത, അവിടെ നല്ല തിരക്കുണ്ട്. പുതുതായ ആ ചന്തയിലേക്ക് ഒരു നാടോടി ട്രൂപ്പ് വന്നിട്ടുണ്ട്. അവര് പുതിയ പലവിധം കളികൾ ഈ നാട്ടുകാർക്ക് പരിചയപ്പെടുത്തുന്നു. അതിലെ ഒരു കളിയാണ് കറങ്ങുന്ന മയിലിനെ അമ്പ് കൊണ്ട് എയ്യുക. അതിൽ ജയിക്കുന്ന നാട്ടുകാരന് അവരൊരു ട്രോഫിയൊക്കെ കൊടുക്കും. പലരും ശ്രമിച്ചു നോക്കി ഫെയിലായി പോകുന്നുണ്ട്. അവിടെ തന്നെ ഈ നാടോടികൾ മറ്റൊരു നാടകം കൂടെ നടത്തുന്നുണ്ട്. അതിൽ പ്രേതങ്ങളുടെ വേഷം, സാത്താന്റെ വേഷമൊക്കെ ധരിച്ച നടന്മാർ, ആക്ടേഴ്സ്, അവർ നാട്ടുകാരെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയം ഒരു ചോന്നുടുപ്പിട്ട ആ നാട്ടിലെ തന്നെ വലിയൊരു വ്യാപാരിയുടെ കൈപ്പണിക്കാരൻ, ആളൊരു പാവാണ്, മണ്ടനുമാണ്. പുള്ളിക്കാരനും ഒന്ന് ശ്രമിക്കും, ഈ കറങ്ങുന്ന മയിലിനെ അമ്പ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നാട്ടുകാരെല്ലാം തുണിക്കയറി തൂങ്ങി ആടി വരുന്ന ഒരു പെണ്ണിനെ കാണുമ്പോൾ ആ സ്ത്രീയുടെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങും. ഇങ്ങനെ ആൾക്കാരെ ശ്രദ്ധ തിരിഞ്ഞപ്പോൾ നമ്മുടെ കൈപ്പണിക്കാരനും എവിടെയോ നോക്കി അമ്പ് ചെയ്തു. പക്ഷെ അത് കൊണ്ടു, കറക്റ്റ് ഈ മയിലി തന്നെ കൊണ്ടു. അങ്ങനെ അവൻ വിന്നറായി. എല്ലാവരും കൈയടിച്ച് അവന് ട്രോഫിയും കൊടുത്തു. വീണ്ടും നമ്മുടെ വൈദ്യന്റെ ഭാര്യയിലേക്ക് വന്നാൽ, ഭാര്യ കാടിനകത്തേക്ക് പച്ചില മരുന്ന് അന്വേഷിച്ച് പോവാണ്. പെട്ടെന്ന് രണ്ട് പുരുഷന്മാര് തമ്മിൽ അടി ഉണ്ടാവുന്ന ബഹളം കേൾക്കും കാടിനകത്ത് നിന്ന്. ഇവള് ഒളിച്ചിരുന്ന് നോക്കുമ്പോൾ ഒരാള് മറ്റേ ആളെ അടിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നുകൊണ്ടിരിക്കുക. ഒന്നും വ്യക്തമല്ല. ഇവള് ഒളിച്ചിരിക്കുമ്പോൾ ആരോ തന്നെ കാണുന്നുണ്ടെന്ന് ഈ കില്ലർക്ക് മനസ്സിലായി. ചെറിയ കുശപിശിയ ശബ്ദമൊക്കെ കേട്ടിട്ട് ആരാ അവിടെ എന്ന് അയാൾ ചോദിക്കും. ഇവള് പേടിച്ചൊരൊറ്റ ഓട്ടം. ഇവളെയും കൊന്നു കളഞ്ഞാലോ പേടിച്ചോടുകയാണ് പെണ്ണ്. ഓടി ഒരു മിഡിൽ ഏജ് സർക്കസുകാരന്റെ മേത്ത് പോയി ഇടിക്കും. അയാളും ഈ നാട്ടിലെ ചന്തയിൽ സർക്കസ് കളിക്കാൻ വന്ന. ഇവള് ചെന്ന് അയാൾ ഇടിച്ച ഉടനെ അകത്തൊരു മനുഷ്യൻ ആരെയോ കൊന്നുകൊണ്ടിരിക്കുന്നു. ഞാനത് കണ്ട് പേടിച്ചോടി വന്നാന്ന് പറയും. അപ്പൊ ആ പുള്ളിക്ക് അനക്കൂല. അയാളിങ്ങനെ മിഴിച്ചു നിൽക്കുക. ഇവള് വീണ്ടും ഓടാൻ തുടങ്ങും. ഓടി നാട്ടിൽ ചെന്ന് ഇവളെ ഭർത്താവിനെയും പിന്നെ അവിടുത്തെ ഒരു ഷെരീഫ്, ആ തൊപ്പി വെച്ച ആളാണ് ഷെരീഫ്, ആ കാലഘട്ടത്തെ പോലീസുകാരനാണെന്ന് വേണമെങ്കിൽ പറയാം, ആ ഷെരീഫിനെയും പിന്നെ രണ്ട് പടയാളികളെയും വിളിച്ചുകൊണ്ട് വരുന്നു. കാടിനകത്ത് ഒരു മനുഷ്യൻ ആരെയോ കൊല്ലുന്ന കണ്ടു ഞാൻ, ഇവിടെയാണെന്നും പറഞ്ഞ് അവൾ കൊണ്ടുവന്ന് സ്ഥലം കാണിച്ചു കൊടുക്കും. അപ്പൊ വൈദ്യൻ, അതായത് അവളുടെ ഭർത്താവ്, പുള്ളിയാണ് നമ്മുടെ നായകൻ. പുള്ളി കണ്ടുപിടിക്കും ഈ ബോഡി എവിടെയാണ് കിടക്കണേന്ന്. നോക്കുമ്പോൾ ആള് മരിച്ചിട്ടില്ല. തലയും കൈയും കാലൊക്കെ അടിച്ചു പൊട്ടിച്ചിട്ടിരിക്കുക. ഇവരുടനെ ആളെ എടുത്ത് നമുക്ക് ഗ്രാമത്തിലേക്ക് പോകാമെന്നും പറഞ്ഞ് ഒരു വണ്ടി ഇരുത്തി ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ ഈ ഷെരീഫ് പറയുന്നുണ്ട്, ഏതെങ്കിലും കൊള്ളക്കാരായിരിക്കും, ഇയാളെ കാണുമ്പോൾ കാശുള്ള വീട്ടിലെയാന്ന് തോന്നണു. ചിലപ്പോൾ അടിച്ചു ബോധം കെടുത്തി തുണിയും പണവും എല്ലാം കവർന്നു കാണണം. അപ്പൊ ഹീറോയുടെ ഭാര്യ, ഹീറോയിൻ, അവള് പറയാണ്, പക്ഷെ ഇവന്റെ കൈ കാണുമ്പോൾ എന്തോ കഠിനമായ ജോലി ചെയ്യുന്നവനാണെന്നാണ് തോന്നുന്നത്. എന്തായാലും വരൂ നമുക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഇവര് അടുത്തുള്ള മൊണാസ്ട്രിയിലേക്ക് കൊണ്ടുപോകും. പള്ളിയിലച്ചന്മാരുള്ള സ്ഥലം. ഈ പോകുന്ന വഴിയെ ഹീറോ, നമ്മുടെ ചോന്ന കൈപ്പണിക്കാരൻ, അയാൾ ഒരു പെട്ടി കൊണ്ടുപോകുന്ന കാണുന്നുണ്ട്. ജോലിക്കാരനെയും വെച്ച് ഒരു പെട്ടി അയാളെ മാസ്റ്ററെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അതെന്താണെന്ന് ഹീറോയ്ക്ക് മനസ്സിലായില്ല. എന്തായാലും അതും കണ്ടവര് മൊണാസ്ട്രിയിലെത്തി. അങ്ങോട്ട് ഈ അടിപെട്ട ആളെ അകത്ത് കയറ്റുമ്പോഴേക്കും ഒരു ഗുണ്ടു സന്യാസി തടഞ്ഞിട്ട് പറയും, ഇതിനകത്തേക്ക് കയറ്റാൻ പറ്റില്ല, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടെന്ന്. അപ്പൊ ഷെരീഫ് പറയും, ഞാൻ ഷെരീഫാണ്, ഞാനൊരു പോലീസുകാരനാ, എന്നെ നിങ്ങൾ തടയാൻ പാടില്ല. അപ്പണ്ട് വലിയൊരു ഡേഞ്ചർ മുഖമുള്ളൊരു വെട്ടുകൊണ്ട സന്യാസി വന്നിട്ട് പറയും, നീ ഏത് ഷെരീഫാണെങ്കിലും ഇത് മൊണാസ്ട്രിയ, ഇതിനകത്തേക്ക് ഞങ്ങളുടെ അനുവാദമില്ലാതെ ഒരാളെയും കയറ്റി പോകരുത്. ഇപ്പോൾ പ്രത്യേകമായ ഒരു മീറ്റിംഗ് അകത്ത് നടപ്പുണ്ട്, മരിച്ച ജഡമാണെങ്കിലും ഞങ്ങൾക്ക് കാണണ്ട, എടുത്തുകൊണ്ട് പോകാൻ പറയും. അങ്ങനെയൊക്കെ മൊണാസ്ട്രിയിൽ സംസാരിക്കുകയോ എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് നമുക്കപ്പോൾ തോന്നാം. അതങ്ങനെ തോന്നലിൽ തന്നെ ഇരിക്കട്ടെ. നമുക്കിപ്പോൾ കഥയ്ക്കകത്തേക്ക് പോവാം. ഒരുപാട് പഴയ കാലമല്ലേ, ഒരുപാട് ദുരൂഹതകളുണ്ടാവും.
ഇപ്പോൾ ഹീറോ പറയും, എന്തായാലും എൻ്റെ വീട്ടിലേക്ക് ആളെ കൊണ്ടുപോകാം, എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ശുശ്രൂഷകൾ കൊടുക്കാം, അത് കഴിഞ്ഞ് വേണ്ടതുപോലെ ന്യായാധിപന്മാർ പറയുന്നത് പോലെ ചെയ്യാം. ഇതും പറഞ്ഞ് ഹീറോ അയാളെ തൻ്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരുന്നു. അതായത് വൈദ്യന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ചെറിയ മരുന്നൊക്കെ കൊടുക്കുമ്പോൾ തന്നെ ഈ പുള്ളിക്കാരൻ എഴുന്നേൽക്കുന്നുണ്ട്. കണ്ണു തുറക്കും. കണ്ണു തുറന്ന് ആദ്യം കാണുക ഹീറോയുടെ ഭാര്യനെയാണ്, ഹീറോയിനെയാണ്. അയാൾ ചോദിക്കും, നിങ്ങൾ മാലാഖയാണോ? ഞാൻ മരിച്ചു പോയോന്ന്. അപ്പൊ ഹീറോയിൻ ചിരിച്ചിട്ട് പറയാ, ഞാൻ മാലാഖയൊന്നുമല്ല, മനുഷ്യ സ്ത്രീ തന്നെയാണ്. നിങ്ങളുടെ ഭാഗ്യത്തിന് നിങ്ങൾ മരിച്ചിട്ടുമില്ല, ജീവനോടെയുണ്ട്, ഒരു കുഴപ്പമില്ല എന്ന് പറയും. അപ്പൊ ഷെരീഫ് ചോദിക്കും, സർ നിങ്ങളുടെ പേരെന്താണ്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അത് കേട്ടതും, നീ അടിപെട്ട ആള്, എനിക്കൊന്നും ഓർമ്മയില്ല, ഞാൻ എല്ലാം മറന്നുപോയി, എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കും. അപ്പൊ വൈദ്യൻ, പെട്ടെന്നുണ്ടാവുന്ന ആഘാതം മനുഷ്യന് ടെമ്പററി മെമ്മറി ലോസ് ഉണ്ടാക്കുന്നു, അതുപോലെ ഓർമ്മ പോയതാകാം, നമുക്ക് കാത്തിരിക്കാന്ന് പറഞ്ഞിട്ട് ഇവര് മരുന്നൊക്കെ ഉണ്ടാക്കി പുള്ളിക്ക് കൊടുത്ത് പുള്ളിയുടെ മുറിവെല്ലാം വെച്ച് കെട്ടുന്നു. എന്നിട്ട് അയാളെ ഉറക്കി കിടത്തി. അത് കഴിഞ്ഞു. ഇപ്പൊ വൈകിട്ടായി. വൈകിട്ട് നാട്ടിലെ ചെറുപ്പക്കാരും നമ്മുടെ ചോപ്പനും കൈപ്പണിക്കാരനും വൈദ്യന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇന്ന് വൈകിട്ട് ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ അതിനു മുന്നേ 2 അടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത്. വൈദ്യന്റെ കയ്യിൽ കുറച്ച് മദ്യം ഉണ്ടാവും. അപ്പൊ ഈ കൈപ്പണിക്കാരൻ ചോദിക്കുകയാണ്, നിങ്ങൾക്കൊരു അപകടം പറ്റിയ ആളെ കിട്ടിയെന്ന് കേട്ടു, ആളുടെ അവസ്ഥ എന്താണെന്ന്. ഹീറോ പറയും, ആൾക്ക് ബോധമൊക്കെയുണ്ട്, കാട്ടി വെച്ച് ആരോ അടിച്ചിട്ടതായിരുന്നു, ഇപ്പൊ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ട്. ഉടനെ കൈപ്പണിക്കാരൻ, എനിക്കൊന്ന് അയാളെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കും. അതിനെന്താ വായോ എന്ന് പറഞ്ഞ് ഹീറോ കൊണ്ടുപോകുമ്പോൾ ഇയാൾ അകത്ത് ചെന്ന ആളെ കണ്ടിട്ട് ഇവന്റെ അവസ്ഥ മോശമാണോ, ആള് ജീവിക്കുമോ എന്ന് ചോദിക്കും. അപ്പൊ ഹീറോ, കുഴപ്പമില്ല, ജീവിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നിങ്ങൾക്ക് ഇയാളെ അറിയുമോ എന്ന് ഹീറോ അപ്പൊ ചോദിക്കുകയാണ്. പണിക്കാരൻ പറയും, എനിക്കറിയില്ല, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ, എനിക്ക് ഇയാളെ കണ്ട ഓർമ്മ പോലുമില്ല. എന്തായാലും ഈ നാട്ടിലെ ആളല്ല, ഇപ്പൊ ഇവർക്ക് കാട്ടിൽ നിന്ന് കിട്ടിയ ആള് ഈ നാട്ടിലെ ആളല്ല എന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം, ഏതോ പുറംനാട്ടുകാരനാണ്. അത് കഴിഞ്ഞ് ഈ പിള്ളേരെല്ലാം പോകുന്നു. കുറെ അലഞ്ഞു തിരിഞ്ഞ് വീട്ടിലെത്തിയതല്ലേ, കുറച്ചേരം ഭാര്യയെ സ്നേഹിച്ചു കളയാന്ന് പറഞ്ഞ് ഹീറോ ഭാര്യയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അന്ന് രാത്രി ഗ്രാമത്തില് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട്. അതിലവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാവരും ഉണ്ടാവും. നമ്മുടെ ഷെരീഫ്, കൈപ്പണിക്കാരൻ, അയാളുടെ മാസ്റ്റർ, ഹീറോ, എല്ലാവരും ഉണ്ട്. ഇവിടെയും നമ്മൾ നേരത്തെ കണ്ട ചന്തയിലെ അഭ്യാസം കാണിച്ച ആ സർക്കസുകാർ വന്നിട്ടുണ്ട്. അവരിവിടെയും കുറെ നേരം അഭ്യാസമൊക്കെ കാണിക്കും. ആ കളികളെല്ലാം കഴിയുമ്പോൾ ഈ വർഷത്തെ അമ്പെയ്ത്ത് മത്സരത്തിൽ ജയിച്ചത് നമ്മുടെ കൈപ്പണിക്കാരനാണല്ലോ. ഇന്ന് വൈകിട്ട് ഡാൻസ് കളിക്കാൻ അവൻ ഇഷ്ടമുള്ള പെണ്ണിനെ തിരഞ്ഞെടുക്കാം. ചെറുക്കൻ ചെല്ലുന്നു, ചുറ്റും സുന്ദരിമാര് വലം വെച്ച് വരുന്നുണ്ട്. എന്നാൽ ഇവൻ അതിൽ ആരെയും തിരഞ്ഞെടുക്കാതെ ഇവന്റെ മാസ്റ്റർ ഭാര്യയെ തിരഞ്ഞെടുക്കുന്നു. എല്ലാവരും ഞെട്ടിപ്പോകും. പക്ഷെ മാസ്റ്റർ തെറ്റിദ്ധരിക്കില്ല. എന്റെ കൈപ്പണിക്കാരനാണ് ഏറ്റവും കഴിവുള്ളവൻ, അതേപോലെ ഈ നാട്ടിലെ ഏറ്റവും സുന്ദരി എന്റെ ഭാര്യ തന്നെ, അതുകൊണ്ടാണ് അവൻ എന്റെ ഭാര്യയെ തിരഞ്ഞെടുത്തത്. അതിലെന്താണ് തെറ്റ്? ഞാൻ ഏറ്റവും സന്തുഷ്ടനായി. ഈ നാട്ടിലെ മികച്ച 2 പേരുമാണ് എന്റെ കൂടെയുള്ളത്. നീ ചെന്ന് നൃത്തം വെച്ചോളൂ എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ പെർമിഷൻ കൊടുക്കും. ഭാര്യ കൈപ്പണിക്കാരന്റെ കൂടെ ഡാൻസ് ചെയ്യുന്നു. അങ്ങനെ കലാപരിപാടികൾ കൊഴുത്തുകൊണ്ടിരിക്കുമ്പോൾ ഹീറോ ഒരു അയൽനാട്ടുകാരനെ കാട്ടിൽ വെച്ച് കിട്ടിയിട്ടുണ്ട്. അയാൾ ഈ നാട്ടിലേക്ക് വന്നതാണെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലെ ആരെങ്കിലും വിരുന്നുകാരെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടെങ്കിലൊന്ന് പറയോ, എന്നാൽ അയാളെ ഏൽപ്പിക്കാം, ഞങ്ങൾക്ക് കാര്യം എളുപ്പമായി എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ആരും തന്നെ അങ്ങനെ ഒരു വിരുന്നുകാരെ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് പറയില്ല. എല്ലാവരും ഇല്ല എന്നാണ് പറയുക. അത് കഴിയുമ്പോൾ വീണ്ടും നൃത്ത പരിപാടികൾ കൊഴുക്കുന്നു. എല്ലാവരും നല്ല മദ്യസേവയും ഭക്ഷണവും കഴിച്ച് മതോന്മത്തരായി തിരിച്ചു പോവുകയാണ്. ഈ പാർട്ടി പരിപാടി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോവുക. ഹീറോ അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് ഒരാണും പെണ്ണും തമ്മിൽ ഭയങ്കര വഴക്ക്, പിടിയും വലിയും ഉണ്ടാവുന്ന കാണും. ഈ പെണ്ണിന്റെയും കുഞ്ഞിന്റെയും ശബ്ദം. പോയി നോക്കുമ്പോൾ ഇവരെ നാട്ടിലേക്ക് വന്ന സർക്കസുകാരിയാണത്. മൊട്ടത്തലയുള്ള സർക്കസുകാരിയും കുഞ്ഞും. അവൾ എന്റെ കൂടെ വാ, എന്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് ആ ട്രൂപ്പിലെ മൂത്ത ആള് നിർബന്ധിച്ച് വലിച്ചോണ്ട് പോവാ. ഹീറോ, എന്താ അവിടെ സംഭവിക്കുന്നത്, താൻ എന്തിനാ പെണ്ണിനെ ഉപദ്രവിക്കണമെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, ഇവൾക്ക് ഈ ടൗണിൽ തന്നെ താമസിക്കണത്രേ. അത് ഞാൻ സമ്മതിക്കില്ല, ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന പെണ്ണല്ലേ, അവൾ ആ പിഞ്ചു കുഞ്ഞിനെയും വെച്ച് ഈ നാട്ടിൽ എന്ത് ചെയ്യാനാ, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് അയാൾ പറയുമ്പോഴേക്കും ഈ പെണ്ണ് ഓടിക്കളഞ്ഞു. അപ്പൊ ഈ സർക്കസുകാരനും പുറകെ തന്നെ ഓടുന്നുണ്ട്. അയാളെങ്ങാനും ആ സ്ത്രീയെ ഉപദ്രവിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഹീറോയും പുറകെ ചെല്ലും. പക്ഷെ അവർ 2 പേരെയും കാണുന്നില്ല. ഇങ്ങനെ തെരുവിനകത്തേക്ക് പോയ ഹീറോ നമ്മൾ നേരത്തെ കണ്ട മാസ്റ്റർ ഇല്ലേ, കച്ചവടക്കാരൻ മാസ്റ്റർ, അയാളെ വീട്ടിലേക്ക് കൈപ്പണിക്കാരൻ അയാളെ ഭാര്യയെയും മാസ്റ്ററെയും കൊണ്ടുപോയി ആക്കുന്നുണ്ട്. ആക്കിയതിനു ശേഷം വീടിന്റെ അടിത്തറ ഭാഗത്തേക്ക്, ബേസ്മെന്റ് ഭാഗത്തേക്ക് ഈ പണിക്കാരൻ പോകുന്നുണ്ട്. ഹീറോ ഇത് കാണും. എന്തിനാണവൻ ആ നേരത്ത് ഒളിച്ചും പത്തും അങ്ങോട്ട് പോണെന്ന് മനസ്സിലാവില്ല. ഈ പണിക്കാരൻ പോയതിനു ശേഷം തലേക്കൂടെ തുണിയിട്ട വേറെയും 2-3 പേര് പോകുന്നുണ്ട്. എന്തിനാണത് എന്ന് സംശയം അവിടെ ഉടലെടുക്കുന്നു. അവിടെ എന്താണ് സംഭവിക്കണമെന്നറിയാൻ വേണ്ടി ഹീറോ പതിയെ ആ അടിത്തറ മുറിയിലേക്ക് പോകുന്നു. പെട്ടെന്ന് ആരോ വരുന്ന കണ്ടിട്ട് ഇയാൾ ഒളിച്ചിരിക്കും. ഹീറോ വന്നത് മാസ്റ്റർ പണിക്കാരനും ഭാര്യയുമായിരുന്നു. മാസ്റ്റർ ഭാര്യയെ കയ്യെ കിട്ടിയ ഉടനെ ഈ പണിക്കാരൻ കയറി ഉമ്മ വയ്ക്കാൻ ശ്രമിക്കും. നീ എന്റേതാണ്, എനിക്കുള്ളതാണ്,
അതെനിക്ക് നീ സത്യം ചെയ്ത് പറഞ്ഞതായിരുന്നു എന്നിങ്ങനെ പണിക്കാരൻ പറയുമ്പോൾ മാസ്റ്റർ ഭാര്യ, എനിക്കൊരു ഭർത്താവുണ്ട്, നിനക്കതറിയാലോ, ഞാൻ ഇനിയും വിഡോ ആയിട്ടില്ല. അപ്പൊ നീ എന്താ ചെയ്യാനുള്ളതെന്ന് നിനക്ക് മനസ്സിലായോ? നമ്മുടെ വീട്ടിലെ പടിക്കെട്ട് ഒരുപാട് താഴ്ചയുള്ളതാണ്. ഒരു വയസ്സൻ അതിൽ നിന്നും വീണാൽ എന്താ സംഭവിക്കുക? ഇതും പറഞ്ഞവള് പണിക്കാരനെ ഉമ്മയ്ക്കാൻ തുടങ്ങും. ഇതെല്ലാം ഒളിച്ചിരുന്ന ഹീറോ കാണുന്നുണ്ട്. അതേ സമയത്ത് ഈ ഒളിച്ചിരിക്കുന്ന ഭാഗത്ത് SV എന്ന് എഴുതിയിട്ടുള്ള ഒരു പെട്ടിയും കിടപ്പുണ്ടാവും. അതായിരുന്നു ഈ പണിക്കാരൻ നേരത്തെ കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെച്ചത്. ഈ സീനെല്ലാം കണ്ടു കഴിഞ്ഞ് അവർ പോയതിനു ശേഷം ഹീറോ പുറത്തേക്ക് വരുന്നു. അപ്പൊ മാസ്റ്റർ വീടിന് മുന്നിലായി. നമ്മൾ നേരത്തെ മൊണാസ്ട്രിയിൽ കണ്ടല്ലേ, ഒരു ഗുണ്ട ഫാദർ, മുഖമൊക്കെ മുറിഞ്ഞ ഗുണ്ട ഫാദർ. പുള്ളിക്കാരൻ പേടിപ്പെടുത്തുന്ന രീതിയിൽ ചില മന്ത്രങ്ങളെല്ലാം ജപിച്ച് ഈ തെരുവിൽ നിൽക്കുന്ന കാണാം. അയാളെ നൈസായി ഒഴിവാക്കി ഹീറോ അവിടെ നിന്ന് ഓടിപ്പോവും. നേരെ വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യ, എവിടെയായിരുന്നു ഇത്രയും നേരം? ഞാൻ കാത്തിരുന്നു മടുത്തു. അയ്യോ പൊന്നെ, കുറച്ചധികം തൊല്ലകളുണ്ടായിരുന്നു, അതെല്ലാം തീർത്തു വരാൻ സമയമായി. ആ രോഗിയുടെ അവസ്ഥ എന്താ എന്ന് ചോദിക്കുമ്പോൾ രോഗി ഇനി എഴുന്നേറ്റിട്ടില്ല, ആളിപ്പോഴും ക്ഷീണിച്ചു കിടക്കാണെന്ന് ഭാര്യ പറയും. പേടിക്കണ്ട, പുള്ളി കാലത്ത് എഴുന്നേറ്റോളും, ഇപ്പൊ ഉറങ്ങിക്കിടക്കുന്ന തന്നെയാ നല്ലത്. അതാവുമ്പോ നമ്മുടെ ശീൽക്കാരം പുള്ളി കേൾക്കില്ലല്ലോ, ഇങ്ങോട്ട് വായോ എന്നും പറഞ്ഞ് പുള്ളി അയാളെ ഭാര്യയെ കെട്ടിപ്പിടിച്ച് ചാക്കുമൂട്ടയെ കടന്ന് രണ്ടുപേരും സ്നേഹിക്കുന്നു. അതിനുശേഷം റൊമാൻറ്റിക്കായി രണ്ടുപേരും രാത്രി തെരുവ് കാണാൻ ഇറങ്ങാം, ഒരു പ്രേമസഖാക്കളെ പോലെ. അപ്പൊ ടൗണിലെ വലിയൊരു അപ്പോത്തിക്കര ഷോപ്പുണ്ട്. അത് കാണിച്ച് ഭാര്യ ചോദിക്കും, എന്നെങ്കിലും നിങ്ങൾക്ക് ആ ഷോപ്പിലെ വൈദ്യനാവാൻ പറ്റുമെന്ന്. അപ്പൊ ഹീറോ പറയാണ്, നിന്റെ ആഗ്രഹം അതാണെങ്കിൽ ഒരു ദിവസം ഞാൻ ഈ മൊത്തം സിറ്റിയുടെയും അപ്പോത്തിക്കരനായിട്ട് മാറും. ഇതും പറഞ്ഞ് അവര് തെരുവെല്ലാം ചുറ്റിക്കറങ്ങി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അവിടെയുള്ളൊരു കെട്ടിടത്തിന്റെ മണ്ടയെന്ന് നേരത്തെ സർക്കസിൽ മൊട്ടയടിച്ചൊരു പെണ്ണിനെ കണ്ടില്ലേ, ആ പെണ്ണ് തുണിക്കയറും ഇട്ട് തൂങ്ങി ഇറങ്ങുന്നു. ഹീറോ, അതെ ഒന്ന് നിൽക്കൂ, എനിക്കൊന്ന് നിങ്ങളോട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് പോവും. പക്ഷെ അപ്പോഴേക്കും ഈ സ്ത്രീ അതിന്റെ കുഞ്ഞിനെ എടുത്ത് ഹീറോ പറയുന്ന വകവയ്ക്കാതെ അവിടുന്ന് ഓടിപ്പോവാണ്. എന്തിനാണ് ആ ലേഡി വന്നതെന്ന് മനസ്സിലായില്ല. ശരി, എന്തേലും ആവട്ടെ എന്ന് പറഞ്ഞ് ഹീറോ ഭാര്യയും കൂട്ടി വീട്ടിലേക്ക് ചെന്ന് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പുള്ളിക്കാരന്റെ ഉടുതുണി കാണുന്നില്ല, കൂടെ തന്നെ ഭാര്യയും കാണുന്നില്ല, അതുപോലെ രോഗിയും കാണുന്നില്ല. ഒരു സെക്കൻഡ് ഞാനും പകച്ചുപോയി. അപ്പോഴാണ് വീടിന്റെ കതവിനിടയിലൂടെ ഒരു പ്ലേ കാർഡ് ആരോ കൊണ്ടുവന്നിട്ടിരിക്കുന്നു ഹീറോ കാണും. അതെടുത്തു നോക്കുമ്പം എന്താണെന്ന് അവന് മനസ്സിലാവില്ല. അതേ സമയത്ത് മാസ്റ്റർ ഭാര്യ ലെന, നമ്മൾ നേരത്തെ കണ്ട ലെന, അവര് ഹീറോയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഹീറോയുടെ തുണിയില്ലാത്ത അവസ്ഥ കണ്ട് ആ ലേഡി അവരുടെ കോട്ട് ഹീറോയ്ക്ക് ധരിക്കാൻ കൊടുക്കും. എന്നിട്ട് പറയും, ഞാൻ കാലത്ത് ഓടി വന്നത് ഇന്നലെ രാത്രി എന്റെ ഭർത്താവ് പടിയിന്ന് വഴുതി നിലത്തേക്ക് വീണു, അദ്ദേഹത്തിന്റെ കാലിന് പരിക്ക് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് മരുന്ന് വാങ്ങിക്കാൻ വന്നാണെന്ന് പറയും. അപ്പൊ തന്നെ ഹീറോയ്ക്ക് സംശയമുണ്ട്. എന്നാലും മറ്റൊന്നും പറയാതെ ഹീറോ അവർക്ക് വേണ്ട മരുന്ന് എടുത്തു കൊടുക്കുന്നു. അപ്പോഴാണ് ഭാര്യയും ആ അടികൊണ്ട രോഗിയും എവിടേക്കോ നാടൊക്കെ ചുറ്റിക്കറങ്ങിയിട്ട് തിരിച്ചു വന്ന് കയറാം. ഹീറോ, നീ എവിടെ പോയതായിരുന്നു ഇത്ര നേരത്തെ എന്ന് ചോദിക്കും. അപ്പൊ ഭാര്യ പറയാണ്, നിങ്ങൾ എഴുന്നേൽക്കാൻ വൈകി, കാലത്തെ ഈ രോഗിച്ചേട്ടൻ എഴുന്നേറ്റിരുന്നു, അദ്ദേഹത്തിന് ഓർമ്മയൊന്നും ഇല്ലാത്തതുകൊണ്ട് താൻ എവിടെയാണോ അടികൊണ്ട് വീണ് കിടന്നിരുന്നത് അവിടെ ചെന്ന് നോക്കുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഓർമ്മ കിട്ടുമെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ആ ചേട്ടനെയും വിളിച്ച് അദ്ദേഹം വീണെടുത്ത് കൊണ്ടുപോയതാ. അപ്പൊ അവിടെ നിന്ന് ഞങ്ങൾക്കൊരു മോതിരം കിട്ടി. ഹീറോയിന് ആ മോതിരം കാണിച്ചു കൊടുക്കും. അതിൽ SV എന്ന് എഴുതിയിട്ടുണ്ട്. ഈ മോതിരം കണ്ടപ്പോ രോഗിച്ചേട്ടന് അയാളുടെ പേര് ഓർമ്മ വന്നു. ആദ്യ പേര് സ്റ്റെഫൻ എന്നാണ്. അപ്പൊ രോഗി ചിരിച്ചിട്ട് പറയും, എന്റെ ആദ്യ പേര് എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ ബാക്കിയൊന്നും ഓർമ്മ കിട്ടുന്നില്ല, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം, ഓർമ്മ വരുമായിരിക്കും. ഇപ്പൊ SV എന്നുണ്ട്, അതിൽ V എന്താണെന്ന് അറിഞ്ഞില്ല. ഭാര്യ കാലത്തെ പറയാതെ പോയതുകൊണ്ട് ഭർത്താവ് അവളെ ചീത്ത പറയുന്നു, എന്നോട് പറയാതെ എങ്ങോട്ടും പോകരുത്, അതുപോലെ തന്നെ ഇരുട്ടത്ത് കാട്ടിലേക്ക് ഇറങ്ങി പോകരുത്. ഇതും പറഞ്ഞ് ഭാര്യയ്ക്ക് ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട്. അവിടുന്ന് സീൻ കട്ട് ചെയ്താൽ നമ്മുടെ നാട്ടിലേക്ക് വന്ന കൂത്താടികളില്ലേ, സർക്കസുകാര്, അവര് തിരിച്ചു പോവാണ്. അപ്പൊ അതിലെ മൂത്ത ആശാന്റെ മോള് ആരെയോ കാത്തിരിക്കുന്നു. മൂത്താശാൻ പറയും, അവരിനി വരാൻ പോകുന്നില്ല, നമ്മൾ ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല, വാ പോകാന്ന് പറഞ്ഞ് അവരെല്ലാം കെട്ടിപ്പെറുക്കി അവിടുന്ന് പുറപ്പെടുന്നുണ്ട്. അവര് പോയതിനു ശേഷമാണ് ഹീറോ അവര് താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് വരുന്നത്. അവിടെ ഈ ഷെരീഫും ഉണ്ടാവും. അപ്പൊ ഹീറോ ഷെരീഫിനോട് ചോദിക്കുകയാണ്, ആ കൂത്താടികളെല്ലാം ഇവിടുന്ന് പോയോ? അവരുടെ കൂടെ തല മൊട്ടയടിച്ചൊരു പെണ്ണുണ്ടായിരുന്നില്ല കുഞ്ഞുമായിട്ട്, അവളും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും. ഷെരീഫ് അത് കാര്യാക്കില്ല. പിന്നെ ഇവിടെ വന്ന കൂത്താടികളൊക്കെ എവിടെ പോയി എന്ന് അന്വേഷിക്കില്ല എന്റെ പണി, അവരെവിടെയെങ്കിലും പോട്ടടാ, അതൊന്നും കാര്യാക്കണ്ടെന്ന് പറയുമ്പോൾ ഹീറോ അവന് കിട്ടിയ പ്ലേ കാർഡ് ഈ ഷെരീഫിന് കാണിച്ചു കൊടുക്കും. ഇതെന്താണെന്ന് നിങ്ങൾക്കറിയോ? ഷെരീഫ് പറയും, ഇതൊരു ഗാംബ്ലിംഗ് പ്ലേ കാർഡാ, ചൂതാട്ടത്തിന് ഉപയോഗിക്കുന്ന കാർഡ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ ചൂതാട്ടം നിരോധിച്ചതാ, കളിക്കുന്നവരെ ജയിലിൽ പിടിച്ചിടും, അതുകൊണ്ട് ഇവിടെ ആരും അത് ഉപയോഗിക്കുന്നില്ല എന്ന് ഷെരീഫ് പറയും. അപ്പൊ ഹീറോ ഇന്നലെ പാർട്ടിയൊക്കെ കഴിഞ്ഞപ്പോ മാസ്റ്റർ, കച്ചവടക്കാരനായ മാസ്റ്റർ അല്ലേ, ലെനയുടെ ഭർത്താവ് വയസ്സൻ, അങ്ങേരെ വീടിന്റെ അണ്ടർഗ്രൗണ്ടിൽ കുറച്ചധികം ആൾക്കാർ പോകുന്ന കണ്ടു. അവിടെ എന്തോ നടക്കുന്നുണ്ട് സാർ, അതെന്താണെന്ന് കണ്ടുപിടിക്കണം, എന്തോ ഒന്ന് ഇല്ലീഗലാണെന്ന് എനിക്കൊരു സംശയം. അത് കേട്ട് ഷെരീഫ് പറയും, നിനക്കത് തോന്നണതാ, നിന്റെ തെറ്റിദ്ധാരണയാ, മാസ്റ്റർ വളരെ ഡീസന്റ് ആയ വ്യക്തിയാ, അങ്ങനെ ഇല്ലീഗലായിട്ട് പുള്ളി ഒന്നും ചെയ്യില്ല, നീ അതാലോചിച്ച് കൺഫ്യൂസ് ആവണ്ട, വീട്ടിലേക്ക് തിരിച്ചു പൊക്കോ എന്ന് പറഞ്ഞിട്ട് ഷെരീഫ് പോകും. സോ ഹീറോ അവിടുന്ന് തിരിച്ച് തന്റെ വീട്ടിലേക്ക് വരികയാണ്. വന്ന് വീടെത്താനാവുമ്പോൾ ആ ഗുണ്ട പ്രീസ്റ്റ്
ഹീറോയുടെ വീടിന് നേരെ എന്തൊക്കെയോ മന്ത്രം ജപിച്ച് വെള്ളം തെളിക്കുന്നു. ഇങ്ങേരിത് എന്തിനാ ചെയ്യണേന്ന് ഹീറോയ്ക്ക് മനസ്സിലായില്ല. അയാൾ പോയതിനു ശേഷം ഹീറോ അവന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലും. അപ്പോൾ ഭാര്യയും ആ രോഗിയും തമ്മിൽ എന്തൊക്കെയോ സംസാരിച്ച് കളിച്ച് ചിരിച്ച് അവിടുത്തെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. ഹീറോയ്ക്ക് അതങ്ങോട്ട് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത്തിരി അസൂയാണെന്ന് പറയാം. അവനുമായിട്ട് എന്തെങ്ങനെ ചിണുങ്ങണേ, ഒരുപാടങ്ങ് ഇഷ്ടമാണെങ്കിൽ അവൻ്റെ കൂടെ പുറത്തോ എന്നൊക്കെ ഹീറോ മെല്ലെ പറയുന്നുണ്ട്. ഹീറോയിന് അങ്ങനെയൊന്നുമില്ല, അതൊരു രോഗിയല്ലേ, അയാളുടെ ഓർമ്മ തിരിച്ചു കിട്ടട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നല്ല തമാശ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അതിനൊക്കെ സീരിയസ് ആയിട്ട് എടുക്കണമെന്ന് പറഞ്ഞ് കെട്ടിയവനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കും. അപ്പൊ ഹീറോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ആ മാസ്റ്റർ വീട്ടിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്, എന്തോ സംതിങ് റോങ് നമുക്ക് ചുറ്റും നടക്കുന്നു, എന്താണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എന്ന് പറയാണ്. അപ്പോഴാണ് ഈ രോഗി സ്റ്റെഫൻ ഹീറോ പുതുതായി കൊണ്ടുവന്ന വസ്ത്രം ധരിച്ച് എങ്ങനെയുണ്ട്, ഇതെനിക്ക് ചേരുന്നുണ്ടോ, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് വന്ന് ചോദിക്കുക. അപ്പൊ ഹീറോ, നീ നല്ലവണ്ണം ഓർത്തു നോക്ക്, ഇന്നലെ കപ്പലിറങ്ങി നീ ഈ നാട്ടിലേക്ക് വന്നു, ചന്തയിലെ കലാപരിപാടികൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവിടെ നിന്ന് നീ കണ്ടുമുട്ടിയ ഒരാൾ നിന്നെ കാട്ടിലേക്ക് കൊണ്ടുപോയി നിന്റെ കയ്യിലുള്ളതെല്ലാം പിടിച്ചു പറിച്ച് നിന്നെ അടിച്ചിട്ടു, അതല്ലേ സംഭവിച്ചത്? അപ്പൊ സ്റ്റെഫൻ തലയാട്ടി, ആ അതെ, അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. പക്ഷെ ഞാൻ ആരെ തേടിയാണ് വന്നതെന്ന് എനിക്കിപ്പോഴും ഓർമ്മ കിട്ടുന്നില്ല. അത് കേട്ട് ഹീറോ പറയും, നിന്റെ പേര് സ്റ്റെഫൻ വാൻകിൻസ് എന്നാണ്, ശരിയല്ലേ? അതെ, എന്റെ പേര് സ്റ്റെഫൻ വാൻകിൻസ് എന്നാണ്. അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, നിന്റെ അങ്കിൾ ഈ നാട്ടിലുണ്ട്, അങ്കിൾ അന്വേഷിച്ചായിരുന്നു നീ വന്നത്, ആ സംഭവമാണ് നീ മറന്നുപോയത്. വരൂ, ഞാൻ നിന്റെ അങ്കിളെ വീട്ടിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഹീറോ സ്റ്റെഫനെയും വിളിച്ചുകൊണ്ട് നമ്മുടെ മാസ്റ്റർ വീട്ടിലേക്ക് കൊണ്ടുപോകും. കച്ചവടക്കാരനായ മാസ്റ്റർ വീട്ടിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് സ്റ്റെഫനെയും കാണിച്ചു കൊടുത്ത് അവന്റെ കയ്യിലുണ്ടായിരുന്ന SV എന്ന മോതിരവും കാണിച്ചു കൊടുക്കും. അത് കണ്ട് മാസ്റ്റർ പറയാണ്, അതെ, എന്റെ സഹോദരൻ ഹാംബർഗിലാണുള്ളത്, അങ്ങേർക്ക് 2 മകനുണ്ടായിരുന്നു, അതിലൊരാളുടെ പേര് സ്റ്റെഫൻ എന്നാണ്, ഇയാളെ വീട്ടുപേരും വാൻകിൻസ് എന്നാണ്, ഈ മാസ്റ്റർ വീട്ടുപേരും. സോ അതേ കുടുംബത്തിൽപ്പെട്ട ആളാണ് നമ്മുടെ രോഗിയായ സ്റ്റെഫൻ. മാസ്റ്റർ പറയും, ഞാൻ എന്റെ സഹോദരനൊരു കത്തയച്ചിരുന്നു, എന്റെ ഭാര്യയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല, സോ എന്റെ കാലശേഷം ഇവിടുത്തെ സ്വത്തുക്കൾ നോക്കി നടത്താൻ വേണ്ടി എനിക്ക് എന്റെ രക്തത്തിൽ ഒരാളെ വേണം, അതിന് അവന്റെ ഒരു മകനെ ഇങ്ങോട്ട് അയക്കാൻ ഞാൻ പറഞ്ഞിരുന്നു, സോ അതുകൊണ്ടായിരിക്കണം അവൻ ഈ മകനെ അയച്ചിട്ടുണ്ടാവുക. അപ്പൊ ഹീറോ പറയും, അത് ശരിയാണ്, അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ ഈ അനന്തിരവൻ ഈ നാട്ടിലേക്ക് വന്നത്. പക്ഷേ ഒരു കൊള്ളക്കാരന്റെ ആക്രമണം കാരണം ഇപ്പൊ ഇയാൾക്ക് മെമ്മറി ലോസ് സംഭവിച്ചിട്ടുണ്ട്. പഴയതുപോലെ ആക്ടിവിറ്റീസുകൾ ചെയ്തു തുടങ്ങിയാൽ മെമ്മറി തിരിച്ചു കിട്ടും. അത് കേൾക്കുമ്പോൾ ഈ മാസ്റ്റർ സ്റ്റെഫനെ വിളിച്ച് അയാളുടെ ചില കണക്കുകൾ കാണിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ നിനക്ക് ചെയ്യാൻ അറിയോ, നോക്കാൻ അറിയോ എന്ന് ചോദിക്കുമ്പോൾ സ്റ്റെഫൻ പറയും, ഇതൊന്നും ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ലെന്ന്. അപ്പൊ മാസ്റ്റർ, ഈ മണ്ടനെ വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ, ഇവനെ കിട്ടിയിട്ട് എനിക്ക് ഉപകാരമൊന്നുമില്ലല്ലോ, ഇതിപ്പോ ഉപദ്രവമായിട്ട് മാറുമെന്ന് ചോദിക്കും. ഹീറോ ഒന്നും പറയില്ല. അവന്റെ കയ്യിലെ പ്ലേ കാർഡ് കാണിച്ചിട്ട് ഇതെന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആരും അറിയില്ല എന്ന് പറയും. പക്ഷെ സ്റ്റെഫൻ, ഇതൊരു ഗാംബ്ലിംഗ് പ്ലേ കാർഡാണ്, ഞാനിത് കണ്ടിട്ടുണ്ടെന്ന് പറയാണ്. അപ്പൊ മാസ്റ്റർ, നീ അത് കണ്ടിട്ടുണ്ടോ? എന്നൊരു കാര്യം ചെയ്യ്, നമ്മുടെ വീട്ടിൽ വേറെ ചില വർക്കുകളുണ്ട്, അത് നിനക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ, വായോ എന്ന് പറഞ്ഞ് പുള്ളിക്കാരനെ വിളിച്ച് ബേസ്മെന്റിലേക്ക് പോകും. സ്റ്റെഫനെ വിളിച്ച് പോവാണ് ബേസ്മെന്റിലേക്ക്. അവര് പോയി കഴിയുമ്പോൾ ലെന, മാസ്റ്റർ ഭാര്യ, ഹീറോയോട് പറയാണ്, ഞങ്ങളുടെ സ്റ്റെയർ കേസ് പൊട്ടിപ്പോയില്ലേ, അത് റിപ്പയർ ചെയ്യാൻ കാർപ്പൻറ്റർ നോക്കിയിരിക്കുകയായിരുന്നു, പക്ഷേ പണിക്കാരൻ ഇസാക്ക്, നമ്മുടെ ചോന്ന പണിക്കാരൻ, അവൻ തന്നെ അത് റിപ്പയർ ചെയ്യാന്ന് പറഞ്ഞു, അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണെന്ന് ലെന പറയും. ഇപ്പൊ ഹീറോ, ഇസാക്കിന് ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ ഞാനത് റിപ്പയർ ചെയ്തോളാം, ആ പൊട്ടിപ്പോയ ബോർഡ് ഒന്ന് കാണിച്ചു തരുമോ, അതെവിടെയാണ് വെച്ചിരിക്കണേന്ന് ഹീറോ ചോദിക്കും. അപ്പൊ പണിക്കാരൻ ഇസാക്ക് പറയാണ്, ഞാൻ ആ പൊട്ടിപ്പോയ ബോർഡ് എപ്പോഴേ എടുത്ത് വലിച്ചെറിഞ്ഞു, ഇനിയിപ്പോൾ അത് എവിടുന്ന് തെരഞ്ഞു പിടിക്കാനാ, കുഴപ്പമില്ല, നിങ്ങൾ സഹായിക്കണം എന്നില്ല, ഞാൻ തന്നെ അത് ചെയ്തോളാം എന്ന് പറയും പണിക്കാരൻ. അപ്പോഴാണ് മാസ്റ്റർ, താഴെ പോയ മാസ്റ്റർ തിരിച്ചു വന്നിട്ട് പറയാ, സ്റ്റീഫൻ നല്ല പണിക്കാരനാ, അവനെനിക്ക് ബോധ്യായി, അവൻ ഇനി ഞങ്ങളെ കൂടെ ഇവിടെ തന്നെ താമസിച്ചോട്ടെ എന്ന് പുള്ളി പറയും. ശരി, അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. മാസ്റ്റർ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ല. നേരത്തെ നമ്മൾ കണ്ട ആ സർക്കസിലെ മൊട്ടപ്പെണ്ണ്, അവള് കുഞ്ഞുമായിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. ഇതും കണ്ട് ഹീറോ നേരെ ഷെരീഫിന്റെ അടുത്തേക്ക് വരും. കാരണം ഹീറോയ്ക്ക് ചില സംശയങ്ങളുണ്ട്. അപ്പൊ ഷെരീഫ് ചോദിക്കുകയാണ്, നിനക്ക് കിട്ടിയ ചെറുപ്പക്കാരന്റെ അവസ്ഥ എന്തായി, അവൻ ആരാണ്, എവിടുന്ന് വന്നു എന്ന് കണ്ടുപിടിച്ചോ? ഹീറോ പറയും, അവൻ ആരാണെന്ന് കണ്ടുപിടിച്ചു, അവൻ പോകേണ്ടടുത്ത് ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ സന്തോഷം, ആ കേസ് കഴിഞ്ഞല്ലോ എന്ന് ഷെരീഫ് പറയുമ്പോൾ ഹീറോ പറയാണ്, അതുകൊണ്ട് മാത്രം കഴിഞ്ഞിട്ടില്ല, മാസ്റ്റർ വെക്കിൻസന്റെ അവകാശി വരുന്ന വഴിയെ വഴിമധ്യത്തിൽ വെച്ച് അറ്റാക്ക് ചെയ്യപ്പെടുന്നു. അതേ ദിവസം രാത്രി മാസ്റ്റർ കാൽ വഴുതി പടിയിൽ നിന്നും വീണ് കാലൊടിയുന്നു. ഇത് രണ്ടും കോയിൻസിഡൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, തമ്മിൽ എന്തോ ബന്ധമുള്ളത് പോലെ, ആരുടെയോ പിന്നിലുള്ള കളിയെപ്പോലെയാണ് തോന്നുന്നത്. ഷെരീഫ് പറയും, നീ അതൊക്കെ ഇമാജിൻ ചെയ്യുന്ന കാര്യങ്ങളാ, നിനക്ക് തോന്നുന്നതാ, അങ്ങനെയൊന്നുമില്ല. വെക്കിൻസൺ ഒരു കുടിയനായ മാസ്റ്ററാ,
അയാൾ ബോധമില്ലാതെ വെള്ളമടിച്ച് കാൽ വഴുതി വീണു. മറ്റേ ചെറുക്കനെ ഏതൊരു കൊള്ളക്കാരൻ അറ്റാക്ക് ചെയ്തു. രണ്ടും ഒരു ദിവസം സംഭവിച്ചു എന്നേ ഉള്ളൂ. നീ അനാവശ്യമായി കൽപ്പിച്ചു കൂട്ടുന്ന ഇപ്പൊ കാര്യങ്ങളെല്ലാം സോൾവ് ആയില്ലേ, ഈ മൈൻഡ് ഫ്രീ ആക്കിക്കോ, വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു പറഞ്ഞിട്ട് ഷെരീഫ് ഹീറോയെ പറഞ്ഞോടും. അന്ന് രാത്രി ഹീറോ നോക്കുമ്പോൾ വീണ്ടും വെക്കിൻസന്റെ ബേസ്മെന്റിലേക്ക് ആൾക്കാർ പോകുന്നുണ്ട്. ഇതെന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞ് രണ്ടും കൽപ്പിച്ച് ഹീറോ വെക്കിൻസന്റെ ബേസ്മെന്റിലേക്ക് ചെല്ലുന്നു. അവിടെ ആ നാട്ടിലെ പ്രധാനപ്പെട്ട ആൾക്കാർ ഒരു 5-6 പേര് കൂടിയിരുന്ന് മദ്യവെച്ച് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുക. ചീട്ടുകളി നിരോധിച്ച സ്ഥലമാണത്. ഹീറോയെ കണ്ടുടനെ അവരെല്ലാം ചീട്ടുകൾ ഒളിപ്പിക്കാൻ തുടങ്ങും. എന്നിട്ട് അപ്പോത്തിക്കിരി എന്താ ഇവിടെ എന്തേലും കുഴപ്പമുണ്ടോ എന്ന് അവർ ചോദിക്കുകയാണ്. അപ്പൊ ഹീറോ ചിരിച്ചിട്ട്, ഞാൻ നിങ്ങളുടെ കൂടെ ചീട്ട് കളിക്കാൻ വന്നാണ്, എനിക്കും ഭാഗ്യമുണ്ടോ എന്ന് നോക്കട്ടെ, നിങ്ങളെ കൊടുക്കാൻ വന്നല്ല എന്ന് പറയും. അപ്പൊ എല്ലാവരും ചിരിച്ചിട്ട് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നാണെന്ന്, എന്നാ വരൂ ഇരിക്കൂ കളിക്കാന്ന് പറഞ്ഞ് ഇവര് ചീട്ടിടാൻ തുടങ്ങും. അപ്പൊ ഹീറോ, നമ്മൾ മാത്രമല്ലല്ലോ, ടേബിളിനടിയിൽ ഷെരീഫ് ഒളിഞ്ഞിരിപ്പുണ്ട്, അദ്ദേഹത്തോട് എഴുന്നേക്കാൻ പറഞ്ഞോളൂ, ഞാൻ ആരോടും പറയില്ല എന്ന് ഹീറോ പറയും. അപ്പൊ ഷെരീഫ് ഇവിടെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. എന്നിട്ടാണ് പുള്ളിക്കാരൻ പറഞ്ഞത് അവിടെ ഒന്നും നടക്കുന്നില്ല എന്ന്. സംഭവം എല്ലാവരും കൂടെ ഒളിച്ചിരുന്ന് ചീട്ട് കളിക്കുകയാണ്, ഒരു വിനോദം. പക്ഷെ ഈ നാട് വിലക്കിയതുകൊണ്ട് തന്നെ അത് ഇവര് പുറത്തു പറയുന്നില്ല, രഹസ്യമായിട്ടാണ് കളിക്കുന്നത്. ഹീറോയും സാധാരണ പോലെ തന്നെ അവരെ കൂടെ ഇരുന്ന് ചീട്ട് കളിക്കുന്നു. ഇപ്പൊ സ്റ്റെഫൻ വന്നതിന് ശേഷം അവനാണ് കൂടുതലായിട്ട് ജയിക്കുന്നത്, അവനാണ് കാശടിക്കുന്നത്, ഭയങ്കര കളിക്കാരൻ. സോ അവന്റെ ഈ കളി കണ്ടിട്ടാണ് നമ്മുടെ മാസ്റ്റർ അവൻ ഇവിടെ തന്നെ താമസിച്ചോട്ടെ എന്ന് പറഞ്ഞത്. ഇപ്പൊ വീണ്ടും സ്റ്റെഫൻ ജയിക്കും, എല്ലാവരും പണം കൊടുക്കണം. എന്നാൽ ഹീറോ മാത്രം പണം കൊടുക്കണ്ട, എന്റെ ജീവൻ രക്ഷിച്ച ആളല്ലേ, അതുകൊണ്ട് ഇത്തവണത്തേക്ക് പുള്ളിക്ക് ഡിസ്കൗണ്ട് ആണെന്ന് സ്റ്റെഫൻ പറയും. അപ്പൊ ഹീറോ, എനിക്ക് ആ ഡിസ്കൗണ്ട് വേണ്ട, ഞാൻ നിങ്ങളുടെ ജീവൻ രക്ഷിച്ച ആളല്ലേ, കുറച്ചുകൂടെ വിലപിടിപ്പുള്ള എന്തെങ്കിലും തായോ. നിങ്ങൾ നാട്ടിൽ നിന്ന് വന്നപ്പോ ഒരു വലിയ പെട്ടി എടുത്തോണ്ട് വന്നില്ലേ, അതിനകത്ത് വിലപിടിപ്പുള്ള എന്തെങ്കിലും ഉണ്ടാവും. ആ പെട്ടി എവിടെയാണെന്ന് ഹീറോ ചോദിക്കും. കാരണം SV എന്ന് എഴുതിയിരുന്ന പെട്ടി ഹീറോ നേരത്തെ കണ്ടതായിരുന്നു ഇവരെ ബേസ്മെന്റിൽ. ആ പെട്ടി എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ സ്റ്റെഫന് മനസ്സിലാവില്ല. അവന്റെ കൂടെ പെട്ടി ഉണ്ടായിരുന്നു എന്ന് പോലും അവന് ഓർമ്മയില്ല. ഞാൻ പെട്ടിയുമായിട്ടാണോ വന്നത്, എനിക്ക് ഓർമ്മയില്ലെന്ന് അവൻ പറയും. അപ്പൊ മാസ്റ്റർ പണിക്കാരനെ വിളിക്കുന്നുണ്ട്. ഇസാക്ക്, ഈ വീട്ടിലേക്ക് പെട്ടി എന്തെങ്കിലും വന്നിരുന്നോ, നീ അത് കണ്ടിരുന്നോ എന്ന് ചോദിക്കും. ഹീറോ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ആ പെട്ടി ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് മാസ്റ്ററും ഷെരീഫിനെ എല്ലാം വിളിച്ചുകൊണ്ട് പോകുന്നു.